ഹായ് ഗായ്സ്, ഇന്ന് ഭയങ്കര ബിസി ഡേ ആയിരുന്നു. ഭയങ്കര ബിസി ഡേ. ഞങ്ങൾ ഉച്ചോട്ടെ തുടങ്ങിയത് ബിരിയാണി കഴിക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ് ഹോട്ടൽ സാഗറിലേക്ക്. ബിരിയാണിയാണ് ഓർഡർ ചെയ്തിരിക്കുന്നത്. ഇവിടുത്തെ ബിരിയാണി എന്ന് പറഞ്ഞാൽ അടിപൊളി ഐറ്റം കേട്ടോ. അടിപൊളി ബിരിയാണി, മസ്റ്റ് ട്രൈ ആയിട്ട് കഴിക്കേണ്ട ഐറ്റമാണ്. കാരണം വേറെ ഒന്നല്ല, 100 രൂപയുള്ളൂ. 100 രൂപയ്ക്ക് ഇത്രയും അടിപൊളി ബിരിയാണി കിട്ടുന്ന തൃശ്ശൂർ കിട്ടുന്ന സ്ഥലം വേറെ ഇല്ല. ഉണ്ടാവുമായിരിക്കും, പക്ഷെ എൻ്റെ ഫേവറേറ്റ് ഇതാണ്. ആ ബിരിയാണിയൊക്കെ കഴിച്ച് ഞങ്ങൾ പതുക്കെ ഇറങ്ങാനുള്ള റൂട്ടിലാണ്. ഞാൻ ആ ഹോട്ടലിൽ നിന്ന് പരിചയപ്പെടുത്താണ്. പാലക്കിൽ പള്ളിയുടെ നേരെ ഓപ്പോസിറ്റുള്ള ഹോട്ടൽ സാഗറാണ്. അത്യാവശ്യം നല്ല സ്പീഷ്യസ് ആയിട്ടുള്ള ഹോട്ടലാണ്. നല്ല തിരക്കുണ്ട്, ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണ്. അതിനുശേഷം ഞങ്ങൾ ചെയ്തമാര് അവസാന ഡേ ആണ്, ഇന്ന് ചിലവ് കൊടുക്കണമല്ലായിരുന്നു. ഏകദേശം 150ഓളം ലഡ്ഡു വാങ്ങിക്കാൻ വേണ്ടിയിട്ട് പെരുമ്പുളിശ്ശേരി വന്നിരിക്കുകയാണ്. ലഡ്ഡു വാങ്ങിക്കാനായിട്ട് ഓറഞ്ച് ലഡ്ഡു വാങ്ങിച്ചത്, അതൊക്കെ പാക്ക് ചെയ്ത് ഏതമാര് ഓഫീസിലെത്തി എല്ലാവർക്കും അവിടെ കൊടുത്തിട്ടാണ് പോകുന്നത്. അതിനുശേഷം നമ്മൾ വേദനിക്കുന്ന ബ്ലഡ് കുറവായതുകൊണ്ട് തന്നെ അതിന് ട്രീറ്റ്മെൻറ്റ് എടുക്കേണ്ടതാണ്. നല്ല മഴ, പുറത്ത് നല്ല മഴ ആയതുകൊണ്ട് തന്നെ കുറച്ച് നേരം കയറിയിരുന്നു. അതിനുശേഷം ഒരു വിധം ഞങ്ങൾ രാധ ഡോക്ടറോട് എത്തി. അവിടെ നമ്മൾ കാണാനും ഇരിക്കാനും നല്ല സെറ്റപ്പുള്ള സ്ഥലമാണ്. അത് മഴ ആസ്വദിക്കാൻ തന്നെ നല്ല രസമാണ്. കുറച്ച് നേരം അവിടെ വന്നുകൊണ്ട് വെയിറ്റിംഗ് ഇരുന്നു. എഴുതുമ്പോൾ ഞാനും കൊച്ചു വർത്താനം പറഞ്ഞിരിക്കുകയാണ്. അതെന്ത് ചെയ്തു, ബ്ലഡ് കൊടുക്കേണ്ട ഇതിലാണ്. അപ്പോഴാണ് ഞാൻ കാര്യം ശ്രദ്ധിച്ചത്, ഇതാണ് സ്കാനിങ് ചെയ്യുന്ന എക്യുപ്മെൻറ്റ്. ഇപ്പോൾ ഗർഭിണിയായ സ്ത്രീകൾക്ക് വയറിലത്തെ ആൾക്കാരൊക്കെ കാണുന്ന സാധനമില്ലേ, ആ സാധനം എന്തൊട്ട സാധനം, ഒരു തേങ്ങയും മനസ്സിലാവുന്നില്ല. ഹെലികോപ്റ്ററൊക്കെ ഓടിക്കുന്ന പ്രതീതി. കുറച്ച് നേരം അത് നോക്കിയിരുന്നു, കുഴപ്പമില്ല, നല്ല കണ്ടിരിക്കാൻ നല്ല രസമുണ്ട്. ഒരു പ്രത്യേക സ്ഥലം റോബോട്ടിൻ്റെ ഒക്കെ എടുത്തിരിക്കുന്ന പോലെ അവസ്ഥ. അതിനുശേഷം സ്ഥിരം പല്ലവി തന്നെ ഹോട്ടൽ രാജധാനി ബേക്കറിയിലായിരുന്നു. നല്ല തിരക്കായിരുന്നു ആ സമയം. ഞങ്ങൾ കുറച്ച് സാധനങ്ങളൊക്കെ പർച്ചേസ് ചെയ്തു. കുറച്ചധികം സാധനങ്ങളുണ്ടായിരുന്നു പർച്ചേസ് ചെയ്യാൻ പറ്റുക. അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് പോയി. പാപ്പിൻ്റെ അവിടെ കയറി. മാമയും അമ്മുവാണ്